ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ പീനട്ട് ബട്ടർ ചെടിയെ പറ്റിയാണ്. ഇതാണ് പീനട്ട് ബട്ടർ കേട്ടോ. അപ്പം ഇത് പഴുത്തിട്ടില്ല, ഇത് നല്ല വിളങ്ങി നിൽക്കുവാണേ. കണ്ടോ, ഇതിനകത്തെ ചുവപ്പ് കണ്ടോ, ഇതുപോലിരിക്കും പഴുത്ത് കഴിയുമ്പോൾ. ഇതും പഴുത്തതല്ല, പഴുത്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ ഇച്ചിരി ഹാർഡാണ്, പഴുക്കുമ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ പൂവ്. ഇങ്ങനെ തുമ്പത്ത് പൂവും കായുമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ പരുവത്തിൽ നമുക്ക് ഇത് പച്ചയ്ക്ക് തിന്നാൻ കൊള്ളാം, പഴുത്താലും തിന്നാം. പക്ഷേ ഇപ്പം തിന്നുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാരറ്റൊക്കെ പച്ചയ്ക്ക് തിന്നത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഇരിക്കും, നല്ല ക്രഞ്ചിയാണ് കണ്ടോ. ഇതിനകത്തെ ചുവപ്പ് കണ്ടോ, അതുപോലെ ഇരിക്കും പഴുക്കുമ്പോൾ ഇതിൻ്റെ തൊലി മുഴുവനും. ഈ പരിപ്പും നമുക്ക് തിന്നാം, പീനട്ടിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും, ഹൃദയത്തിന് നല്ലതാണ്. പിന്നെ ഇത് നമുക്ക് അച്ചാറിടാൻ നല്ലതാണ്, ഷെയ്ക്ക് ഉണ്ടാക്കാൻ നല്ലതാണ്, ജാം ഉണ്ടാക്കാൻ നല്ലതാണ്. അങ്ങനെ ഒട്ടേറെ ഗുണങ്ങളുള്ളതാണ് ഈ ചെടി. ഇതൊരു പാഴ്ചെടിയാണെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചിലർ പറയും ഇത് പാഴ്ചെടിയാണ്. പക്ഷേ നമുക്ക് നട്ടാൽ ഇതുപോലെ ചുമ്മാ ഇരിക്കുമ്പം നമുക്ക് കഴിക്കാം. ക്രഞ്ചിയാണ്, ഒരു കുഴപ്പവും ഉള്ളതല്ല, കൊളസ്ട്രോൾ കുറയ്ക്കും. ഇതിൻ്റെ പരിപ്പാണേലും തിന്നാൻ നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് അച്ചാറിടാം, സാധാരണ അച്ചാറിടുന്ന പോലെ തന്നെ അച്ചാറിടാം. പിന്നെ ഇതുപോലെ പൊളക്കണം, ഇതിൻ്റെ പരിപ്പൂടി ഇരുന്നാലും കുഴപ്പമില്ല. എന്നിട്ട് സാധാരണ അച്ചാറിടുന്ന പോലെ ഇടും. 2-3 കുരുമുളക് കൂടെ നമ്മൾ ഒന്ന് ചതച്ചിടണം. പിന്നെ വിനാഗിരിയും ചേർക്കണം. ഇത് ഇച്ചിരി ഹാർഡായതുകൊണ്ട് അടുപ്പിലിരുന്നൊന്ന് ശകലം ഒന്ന് തിളച്ചതിന് ശേഷം വാങ്ങി വെക്കുക. എന്നിട്ട് വിനാഗിരി ചേർത്ത് 3-4 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുക. അതുപോലെ ഈ പഴുത്ത് കഴിയുമ്പോൾ തൊലിയൊക്കെ തൊടാൻ പോലും പറ്റും, പെട്ടെന്ന് അടഞ്ഞിങ്ങി പോരും. അന്നേരം ഇതിൻ്റെ പൾപ്പ് എടുത്തിട്ട് നമുക്ക് ജാം ഉണ്ടാക്കാം, സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ജാം ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ പൾപ്പ് എടുത്തിട്ട് നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കുമ്പോൾ അതുകൂടെ ചേർക്കാം പാലിൻ്റെ കൂടെ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് പച്ചയ്ക്ക് നമുക്ക് അച്ചാറും ഇടാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പാഴ്ചെടിയാന്ന് പറയാൻ പറ്റില്ല. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാണ് 3-4 വർഷം മുമ്പ്. ഇതിൻ്റെ തൈ അന്ന് ഏതാണ്ട് 225 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഇതിൻ്റെ കുരു വീണ് ഇവിടെ എല്ലാം തൈകളുണ്ട്. നമ്മുടെ പറമ്പിൻ്റെ ഒരു കോണിൽ നിൽക്കുന്ന ഒരു ശല്യമൊന്നുമല്ല. പിന്നെ ഇത് കിളികൾ വന്ന് തിന്നും, പക്ഷേ ഇത് കിളികളൊന്നും വന്ന് തിന്നാൻ വരുന്നില്ല. ചാമ്പയ്ക്കൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇത് തിന്നാൻ വരുന്നില്ല. ഇപ്പോൾ ഇവിടെ നിൽപ്പുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടാവും ഇതിൽ. അപ്പോൾ ഇത് വാങ്ങിച്ച് നട്ട് നമുക്ക് ചുമ്മാതെ ഇരിക്കുമ്പോൾ ക്രഞ്ചിയായിട്ടിരുന്ന് കഴിക്കാം. വളരെ പ്രയോജനമുള്ളതാണ് കേട്ടോ. ഓക്കെ, ബായ്.